വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി ഇപ്പോൾ പോകണം. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടിയിൽ കുടുങ്ങിയ രക്ഷാപ്രവർത്തകരെ എയർലിഫ്റ്റിംഗ് വഴി ഉടൻ ചൂരൽമലയിലേക്ക് എത്തിക്കും. ശക്തിയിൽ വെള്ളം വരുന്നതിനിടെ ഇവർ പാറയുടെ മുകളിലേക്ക് കയറി രക്ഷപ്പെടുകയായിരുന്നു. അനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, വഴിമാറി ചൂരൽമലയുടെ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയ രക്ഷാപ്രവർത്തകരെയാണ് ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അവരെ എയർലിഫ്റ്റിംഗ് വഴി അല്പസമയത്തിനകം തന്നെ ചൂരൽമലയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും വലിയ തിരച്ചിലുകൾ നടക്കുന്നത്. അതായത് ഈ ചൂരൽമല ഈ പുഴ ഒഴുകി ചെല്ലുന്ന സൂചിപ്പാറ മേഖല, അതിന് താഴെയുള്ള ചാലിയാർ മേഖല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത്. ഇതിനായി നിരവധി രക്ഷാപ്രവർത്തകരാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇറങ്ങുന്നത്. അതിൽ ഈ പ്രാദേശികമായി പരിചയമുള്ളവരെയാണ് കൂടുതലായി ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ എത്തിയ ചൂരൽമല റെസ്ക്യൂ ടീം എന്ന് പറയുന്ന ഒരു സംഘത്തിന്റെ ചില അംഗങ്ങൾ ഈ ഒരു ഭാഗത്ത് സൂചിപ്പാറയുടെ താഴ്ഭാഗത്ത് വലിയ ദുർഘടമായ മലനിരകളാണല്ലേ അവിടുത്തെ പ്രശ്നം? അതെ, ചെങ്കുത്തായ മലനിരകളും അതീവ ദുർഘടമായ ഒരു വഴിയുമെല്ലാമാണ് അവിടേക്കുള്ള വഴിയും, അല്ലെങ്കിൽ ഇത്തരത്തിൽ മലയോര പ്രദേശമാണ്. അവിടേക്ക് അതീവ ദുർഘടമായ വലിയ ചെരുവുകളാണുള്ളത്. അതിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തകർ എത്തി സൂചിപ്പാറയുടെ താഴ്ഭാഗത്ത് തെരച്ചിൽ നടത്തുന്നത്. അത്രയും ദുർഘടമായ ഒരു മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം വന്ന് പതിച്ച് പിന്നീട് ഒഴുകുന്ന മേഖലയിൽ പെട്ടെന്ന് വെള്ളം കയറിയത്. അതേ തുടർന്ന് അവർ തൊട്ടടുത്തൊരു ഉയർന്ന പാറയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനിടെ അതിവേഗതയിൽ വെള്ളം കുതിച്ചെത്തിയപ്പോഴാണ് അവർ ആ ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയതല്ലേ? ശക്തമായൊരു മഴ ഇടയ്ക്ക് പെയ്യുകയുണ്ടായി. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് മലമുകളിൽ മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ ഈ പ്രദേശങ്ങളിൽ വെള്ളം കയറും. വെള്ളം കയറിയാൽ ആ പാറക്കൂട്ടങ്ങൾ ഒറ്റപ്പെട്ടു പോകും. ഇവർ പാറക്കൂട്ടങ്ങളിലൂടെ തിരിഞ്ഞു നടക്കുന്നതിനിടെയാണ് ഈ വെള്ളം പെട്ടെന്ന് കയറിയത്. അവർ പെട്ടെന്ന് തന്നെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് പാറപ്പുറത്തേക്ക് കയറി. അതോടുകൂടി വെള്ളം ചുറ്റപ്പെട്ടു. പക്ഷേ അവർ സുരക്ഷിതരായിരുന്നു. ഉടൻ തന്നെ ഈ വിവരം ഇതിലൂടെ പോകുന്നുവെന്നതാണ് മനസ്സിലാക്കുന്നത്. അവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ഘട്ടത്തിൽ? അവരെ ലൊക്കേറ്റ് ചെയ്യുകയും അവരെ കൃത്യമായി കണ്ടെത്തുകയും മറ്റു രക്ഷാപ്രവർത്തകർ അവർക്ക് തൊട്ടരികിൽ വരെ ആ ഇറക്കത്തിലേക്ക് എത്താനായില്ലെങ്കിലും അവരെ കാണുകയും ചെയ്തു. അവർക്കരികിലേക്ക് എത്തിയല്ലേ? അവർക്കരികിലേക്ക് എത്തി. ഈ പ്രദേശത്തെ കുറിച്ച് നല്ല ധാരണയും അറിവുമുള്ളവരാണ് ഈ പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കൾ ഉൾപ്പെടുന്ന ഈ ചൂരൽമല റെസ്ക്യൂ ടീം. അവർക്ക് ഈ പ്രദേശത്ത് നല്ല പരിചയമുണ്ട്. പ്രത്യേകിച്ച് പുത്തുമല സംഭവമെല്ലാം നടക്കുമ്പോൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയ അതിൽ ചിലർ കൂടിയാണ് ഇന്നും ഈ മേഖലയിലേക്ക് എത്തിയത്. അതീവ ദുർഘടമായ ഈ പ്രദേശത്ത് സേനാ വിഭാഗങ്ങൾക്ക് പോലും എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ പ്രാദേശികമായ അറിവുള്ള ഇവർ ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ പോലും ഈ സംഘങ്ങളാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് എത്താറുള്ളത്. ഏതായാലും അവർ പെട്ടെന്നുണ്ടായ ഈ വെള്ളത്തിൽ ഒരു കുടുങ്ങി പോവുകയും അവർ ഉയർന്നൊരു പാറക്കെട്ടിന്റെ ഭാഗത്തേക്ക് കയറി നിൽക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇതുവഴി പുഴ കടന്നു കൊണ്ടുവരാൻ എന്തായാലും സാധിക്കില്ല. എയർലിഫ്റ്റിംഗ് സാധ്യതയാണ് പരിശോധിക്കുന്നത്. എയർലിഫ്റ്റിംഗിലൂടെ വായുസേനയുടെ ഹെലികോപ്റ്റർ സംവിധാനങ്ങളെല്ലാം അവിടെ റെഡിയാണ്. ഈ സൂചിപ്പാറയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എയർലിഫ്റ്റിംഗ് നടത്തി നേരെ ചൂരൽമലയിലേക്ക് തിരിച്ചിറങ്ങാനുള്ള ഒരു സാഹചര്യവും സാധ്യതയുമാണല്ലോ ഇപ്പോൾ പരിശോധിക്കുന്നത്. ചൂരൽമലയ്ക്ക് ഈ ഹെലികോപ്റ്റർ വഴി എത്തിയാൽ നേരത്തെ ഉള്ളതുപോലെ ഒരു മഴയുടെ സാഹചര്യമോ പ്രതികൂല കാലാവസ്ഥയോ ഇല്ല. അതുകൊണ്ട് തന്നെ എയർലിഫ്റ്റിംഗ് സാധ്യമാവുമെന്നാണ് ഇത് എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അവർ എയർലിഫ്റ്റിംഗ് അല്പസമയത്തിനകം ചൂരൽമലയിലേക്ക് എത്തിക്കാനാകും എന്നാണ് ഈ സംവിധാനം ഇവർ പറയുന്നത്. അതിനായി ഹെലികോപ്റ്റർ പുറപ്പെടുകയും ചെയ്തു. അതിൽ അതീവ ദുഷ്കരമായ ഒരു എയർലിഫ്റ്റിംഗ് ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ ഇവിടെ ഒരു മഴയ്ക്ക് കുറവുണ്ട്, മറ്റ് പ്രശ്നങ്ങളില്ല. അത് കാലാവസ്ഥ അനുകൂലമാണ്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളില്ല, പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഒരു പ്രതിസന്ധി നിൽക്കുന്നത്. കാരണം അത്രമാത്രം പാറക്കെട്ടുകൾ ചെങ്കുത്തായ ഒരു ഇടമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ദുർഘടം പിടിച്ച എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിശേഷണമായി പോകും. അതിദുർഘടം പിടിച്ച ഒരു സ്ഥലമാണത്. തീർച്ചയായും ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം ഈ വർഷക്കാലങ്ങളിലെല്ലാം പതിവായി അടച്ചിടാറുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടങ്ങളിൽ എപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടങ്ങളിൽ അപകടത്തിൽപ്പെട്ടാൽ അവിടുന്ന് റെസ്ക്യൂ അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അതീവ ഒരു ദുർഘടമായ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു പ്രവർത്തനമാണ്. ആ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി പാറക്കെട്ടുകൾ നിറയെ വലിയ പാറക്കെട്ടുകളുള്ള വലിയ ശക്തിയായി വെള്ളം ഒലിക്കുന്ന ഈ ഭാഗത്ത് ഈ മുണ്ടക്കൈ അല്ലെങ്കിൽ പുഞ്ചിരിമട്ടം തുടങ്ങിയ ഹർണമല തുടങ്ങിയ പ്രദേശങ്ങളിൽ പെയ്യുന്ന മുഴുവൻ വെള്ളവും ഒലിച്ചു പോകുന്ന സ്ഥലമാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗം. അവിടെ വിവിധ മലകളിൽ നിന്നുള്ള വെള്ളം ഒരുമിച്ച് പോകുന്ന
ഒരു സ്ഥലമായി മാറുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ കീഴ്ഭാഗം ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങൾ. ഇവിടെ വലിയ ദുർഘടമായ വെള്ളം മഴ ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുന്നത് മാത്രമല്ല അതിന്റെ ഈ മലയോര ഒരു താഴ്വാര പ്രദേശം കൂടിയാണ്. വലിയ ചെങ്കുത്തായ പ്രദേശമാണ്. താഴ്ഭാഗത്തേക്കൊന്നും ഇറങ്ങിപ്പോകാൻ പോലും സാധിക്കില്ല. ആ പ്രദേശങ്ങളിലേക്ക് ഈ ചൂരൽമല റെസ്ക്യൂ ഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഇത്തരത്തിൽ നടന്ന സമാന സംഭവങ്ങൾ ഈ വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് പുത്തുമല അപകടത്തിലും പിന്നീട് സൂചിപ്പാറ വാട്ടർഫാൾസിൽ ഇടുക്കി ഉണ്ടായിട്ടുള്ള ഒരു അപകടം ഉണ്ടായിരുന്നു. ആ അപകടത്തിലെല്ലാം ഇവിടേക്ക് ഇറങ്ങിപ്പോയവരാണ് ഇവർക്ക് പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണയും വ്യക്തതയും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ വെള്ളച്ചാട്ടത്തിൽ ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഉയർന്നപ്പോൾ രക്ഷപ്പെടാനായതും അവരുടെ ഈ പ്രാദേശിക പരിചയം കൊണ്ട് മാത്രമാണ്. ഏതായാലും അവരെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. അതിന് കാരണം ഈ ഒരുപാട് മൃതശരീരങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിനും തൊട്ട് താഴ്ഭാഗത്ത് പിന്നീട് നിലമ്പൂർ അതിർത്തി അല്ലെങ്കിൽ മലപ്പുറം അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലകളിൽ ഈ പുഴയുടെ കരകളിലെല്ലാം തന്നെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അത്തരമൊരു സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കൂടുതൽ വ്യാപകമായ പരിശോധനകൾ ഈ മേഖലയിൽ നടത്തി വരികയാണ്. ഇതിനാണ് ഈ സംഘം പുറപ്പെട്ടത്. ഏതായാലും മറ്റ് അപകടങ്ങളില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അവരെ പെട്ടെന്ന് തന്നെ എയർലിഫ്റ്റിംഗ് വഴി മലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മനി, ശരി. അനൂപാണ് വിവരങ്ങൾ നൽകിയത്. സൂചിപ്പാറയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ എയർലിഫ്റ്റിംഗ് വഴി അവരെ ചൂരൽമലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. എയർഫോഴ്സിന്റെ സംഘം ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. സൂചിപ്പാറയിൽ അപ്രതീക്ഷിതമായി വെള്ളം കുതിച്ചെത്തിയപ്പോൾ രക്ഷപ്പെടാനായി മുകൾ ഭാഗത്തേക്ക് കയറിയ രക്ഷാപ്രവർത്തകരാണ് അവിടെ കുടുങ്ങിപ്പോയത്. നമുക്കറിയാം, ഈ സൂചിപ്പാറ വഴി ഈ ചാലിയാറിലൂടെ മൃതദേഹങ്ങൾ ആളുകൾ ഒഴുകിപ്പോയിരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ രക്ഷാപ്രവർത്തകർ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് എത്തിയത്. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ വെള്ളം കുതിച്ചെത്തുകയായിരുന്നു. അവർ വളരെ വേഗത്തിൽ അവിടുന്ന് രക്ഷപ്പെടുകയും മറ്റൊരു ഭാഗത്തേക്ക് കയറി നിൽക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അവർക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുകയും അതിനുശേഷം അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററിൽ എയർഫോഴ്സിൻ്റെ സംഘം എത്തുകയും ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് അവരെ പുറത്തേക്ക് ചൂരൽമലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ സുരക്ഷിതരാണ് എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. അവരെ കണ്ടെത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ അവർ സുരക്ഷിതരാണ് എന്നുള്ളതും വലിയ ആശ്വാസവും പ്രതീക്ഷയും തന്നെയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ആ പ്രദേശത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയും അറിവുമുള്ള ആ നാട്ടുകാർ ഉൾപ്പെടുന്ന രക്ഷാപ്രവർത്തകരുടെ സംഘമാണ് സൂചിപ്പാറയിലേക്ക് പോയത്. അതിൽ പെട്ട 2 പേരാണ് അപ്രതീക്ഷിതമായി വെള്ളച്ചാട്ടത്തിലൂടെ കുതിച്ചെത്തിയപ്പോൾ രക്ഷപ്പെടാനായി മറുഭാഗത്തേക്ക് കയറിയതും അവിടെ കുടുങ്ങിപ്പോയതും. അവരെ ഇപ്പോൾ കണ്ടെത്തി അല്പസമയത്തിനകം തന്നെ അവിടുന്ന് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനുള്ളത്.